കൊച്ചി തെക്കൻ മാലിപ്പുറത്ത് ഭിന്നശേഷിക്കാരന്റെ നടവഴി മതിൽ കെട്ടി അടച്ച അയൽവാസി. ലോട്ടറി വിൽപ്പനക്കാരനായ ടി.കെ. ശശിയുടെ വഴിയാണ് അയൽവാസി സിബിൻ കെട്ടിയടച്ചത്. വഴി പ്രശ്നത്തിന്റെ പേരിൽ വർഷങ്ങൾക്ക് മുൻപും ശശിയെയും ഭാര്യ ബിന്ദുവിനെയും സിബിൻ ആക്രമിച്ചിരുന്നു. കേസ് നടക്കുന്നതിനിടെ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് സിബിൻ അനുകൂല ഉത്തരവ് വാങ്ങി വഴി അടച്ചുവെന്നാണ് ശശിയുടെ ആരോപണം. ഭിന്നശേഷിക്കാരനായ തെക്കൻ മാലിപ്പുറത്തെ തേരുള്ളിപ്പറമ്പിൽ ശശിയുടെ ഏക വരുമാനമാർഗം ലോട്ടറി വിൽപ്പനയാണ്. ഭാര്യ ബിന്ദുവിനും 2 മക്കൾക്കുമൊപ്പം ഈ വീട്ടിലാണ് താമസം. പതിറ്റാണ്ടുകളായി ശശിയുടെ പൂർവികരുൾപ്പെടെ സഞ്ചരിച്ച വഴിയാണ് അയൽവാസിയായ സിബിൻ മതിൽ കെട്ടി അടച്ചതെന്നാണ് ആരോപണം. തനിക്ക് സഞ്ചരിക്കാൻ മറ്റു വഴികളുണ്ടെന്ന് സിബിൻ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് അനുകൂല വിധി സമ്പാദിച്ചതായും ശശി. പെട്ടെന്നായിരുന്നു വന്നവൻ. ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് കോടതി ഞങ്ങൾ അന്ന് തടുത്തതാണ്. രണ്ടാമത് പോലീസ് പ്രൊട്ടക്ഷനോടെ വന്നിട്ട് അവൻ പിന്നെയും അപ്പുറം ഇപ്പുറം കെട്ടി. ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ട്, ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് അവരുടെ വക്കീലും വന്ന് ഞങ്ങളുടെ വക്കീലും വന്നു. ഒരു 4 മാസം സാവകാശം തന്നാണ്. പിന്നെ പെട്ടെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ വന്ന് പറഞ്ഞ് ഇത് ശരിയാവില്ല, എനിക്കിപ്പോൾ 2-1 അറിയണം എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഉള്ള നടപ്പാതയും കൂടി അവൻ അടച്ചതാണ്. 4 ചുവരുകൾക്കുള്ളിൽ പെട്ടുപോയ ശശിയെയും കുടുംബത്തെയും കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് മെമ്പറടക്കം എത്തിയാണ് അയൽവാസിയുടെ മതിൽ അല്പമെങ്കിലും പൊളിച്ച് പുറത്തെത്തിച്ചത്. ഇന്ന് ജഡ്ജിമെന്റിനകത്ത് 2 വശത്തേക്കും വഴി വിട്ടു കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾക്ക് അത് ചൂണ്ടിക്കാണിക്കപ്പെടുകയോ അത് തെളിവോടെ തെളിക്കുകയോ ചെയ്തിട്ടില്ല. ഈ പാവപ്പെട്ടവരുടെ മനുഷ്യൻ്റെ വീട്ടിലിരിക്കുന്ന ഡോക്യുമെന്റ് നമ്മുടെ ബാങ്കിലിരിക്കുകയാണ്. നമ്മൾ 4 മാസത്തെ എഗ്രിമെന്റ് പറയുമ്പോഴും ഈ സാഹചര്യം ഈ 4 മാസത്തിനകം അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റിയില്ല എങ്കിൽ വീണ്ടും ഈ കുടുംബം വഴിയാധാരമാകുന്നതിൽ യാതൊരു തർക്കമൊന്നുമില്ല. നിലവിൽ ഒരു മാനുഷികത്വം കണ്ട് ഇവർക്ക് പുറത്തേക്ക് പോകാനുള്ള നിലവിലുള്ള വഴി തുറന്നു കൊടുക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാകണമെന്നാണ് ഒരു മെമ്പർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് മഴ പെയ്തപ്പോൾ തെന്നി വീഴാതിരിക്കാൻ ശശിയും ഭാര്യയും നടവഴിയിൽ മണ്ണിട്ടിരുന്നു. ഇതാണ് ശശിയുടെ വീടിന് മുന്നിൽ കച്ചവടം ചെയ്തിരുന്ന അയൽവാസി സിബിനെ ചൊടിപ്പിച്ചത്. പിന്നീട് വാക്കുതർക്കത്തിനിടെ ശശിയുടെ കാലിന് കമ്പിപ്പാര കൊണ്ട് ഇയാൾ അടിച്ചു. ഭാര്യ ബിന്ദുവിനെ കത്രിക കൊണ്ട് കുത്തി. സിബിനെതിരായ കേസ് കോടതിയിലാണ്. ഒരു 15 വർഷം മുമ്പ് മഴ വന്നപ്പോൾ ഇത്തിരി മണ്ണിട്ടതിനാണ് പ്രശ്നം. ചെളി വന്നപ്പോൾ ഞാൻ പണിക്ക് പോകുമ്പോൾ തീറ്റ വീഴില്ലെന്ന് പറഞ്ഞ് മറ്റൊരു മണ്ണിട്ടതാണ്. അച്ഛനും മോനും കൂടി കമ്പിപ്പാറൊക്കെ ഇട്ട് അടിച്ച് കാലൊടിച്ച്. പിന്നെ വൈഫിനെ കത്രിക കൂത്തി. ഇങ്ങനെ സംഭവങ്ങളൊക്കെ കേസ് കൊടുത്തു. വഴി വിട്ടു നൽകണമെങ്കിൽ ഭിന്നശേഷിക്കാരനായ ശശിയുടെ 5 സെന്റ് ഭൂമിയിൽ 1.5 സെന്റ് വിട്ടുകൊടുക്കണമെന്നാണ് സിബിന്റെ ആവശ്യം. ഒരു മനുഷ്യന്റെ പ്രതികാര ബുദ്ധിക്ക് മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടതാണ് ബിന്ദുവിന്റെയും ശശിയുടെയും മക്കളുടെയും ജീവിതം. നടക്കാൻ വഴിയെന്ന പ്രാഥമിക ആവശ്യത്തിന് ഈ പാവങ്ങൾ ഇനി മുട്ടാൻ വാതിലുകളില്ല. ടിബിൻ ടോമിനൊപ്പം കൊച്ചിയിൽ നിന്നും ഷീന മാർട്ടിൻ, ന്യൂസ് മലയാളം.